കാലിവളർത്തലിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഈ കഷ്ടപ്പാടൊക്കെ വെച്ച് നോക്കുമ്പോൾ ലാഭകരമാണോ? ഒരു നല്ല പശുക്കളാണെങ്കിൽ നമുക്ക് ലാഭകരമാണ്. ഒരു 25 ലിറ്റർ കുറയാത്ത ഒരു ദിവസം കറക്കാൻ കിട്ടുന്ന പശുക്കളാണെങ്കിൽ ലാഭകരമായിട്ട് പോകും. അതല്ലെങ്കിൽ അത് പിന്നെ നഷ്ടത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സ്ഥലത്തുണ്ട് പുൽകൃഷി, അത് ഒരേക്കർ സ്ഥലത്തുണ്ട് പുൽകൃഷി. ഓ ശരി ശരി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കിയിലെ പണിക്കൻകുടിയിലാണ്. പണിക്കൻകുടിയിലേക്ക് എത്തുമ്പോൾ വർഷങ്ങളായി തന്നെ കാലിവളത്തിൽ ഏർപ്പെടുന്ന ശ്രീ ഞൂഞ്ഞായി, കല്ലമ്പള്ളിയിൽ രാമകൃഷ്ണൻ, അതോടൊപ്പം തന്നെ സിന്ധു. ശ്രീ ഞൂഞ്ഞായി എത്ര നാളായി കാലിവളത്തിൽ ആരംഭിച്ചിട്ട്? ഇത് 10-30 വർഷം മിച്ചമായി. ആദ്യഘട്ടത്തിലേക്ക് എത്ര പശുക്കൾ ഉണ്ടായിരുന്നു? ആദ്യഘട്ടത്തിലൊക്കെ 2-3 പശുവൊക്കെ ഉള്ളായിരുന്നു. എത്ര പശുക്കൾ വരെ ഉണ്ടായിരുന്നു? 15 പശുക്കൾ വരെ വളർത്താണ്. 15 പശുക്കൾ വരെ ഉണ്ടായിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ 5 വരെ ഉള്ളൂ. ഈ കാലിവളർത്തലുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരുപക്ഷെ കൊന്നത്തടി പഞ്ചായത്തിൽ തന്നെ ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിച്ചൊരു കർഷകനാണ് താങ്കൾ. ഈ കാലിവളർത്തലിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഈ കഷ്ടപ്പാടൊക്കെ വെച്ച് നോക്കുമ്പോൾ ലാഭകരമാണോ? ഒരു നല്ല പശുക്കളാണെങ്കിൽ നമുക്ക് ലാഭകരമാണ്. ഒരു 25 ലിറ്റർ കുറയാത്ത ഒരു ദിവസം കറക്കാൻ കിട്ടുന്ന പശുക്കളാണെങ്കിൽ ലാഭകരമായിട്ട് പോകും. അതല്ലെങ്കിൽ അത് പിന്നെ നഷ്ടത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഏതെല്ലാം പശുക്കളായിരുന്നു? എല്ലാ എച്ചപ്പിന്റെ പശുക്കളാണ്. എത്ര ലിറ്റർ വരെ നമുക്ക് ഉൽപാദനം കിട്ടുന്നുണ്ട്? ഇപ്പൊ ആവറേജ് നിൽക്കുന്ന പശു എല്ലാം 25 മുകളിൽ പാല് തരുന്ന പശുക്കളാണ്. ആദ്യഘട്ടത്തിലൊക്കെ താങ്കൾ നാടൻ പശുക്കളെയാണ് വളർത്തിയിരുന്നത്? ഇല്ല, ആവറേജ് നല്ല പശുക്കൾ തന്നെ ഞാൻ മേടിക്കാറുള്ളൂ. ഇപ്പൊ മേടിച്ച് നിർത്തുന്ന പശുക്കളെല്ലാം 1 ലക്ഷത്തിന്റെ മുകളിലോട്ടുള്ള പശുക്കൾ മാത്രമേ ഉള്ളൂ. അതെല്ലാം ഇപ്പൊ അങ്ങനെ നിൽക്കുന്ന 2 പശുക്കളെ കൊണ്ടുവന്നിട്ട് എന്ന് പറഞ്ഞാൽ 15 ദിവസമേ ഉള്ളൂ. അത് എവിടെ വാങ്ങിച്ചു? അത് ഈറോഡ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത് 4 പല്ലായിട്ടുള്ളതിന് കടിഞ്ഞ കിടാവാണ്. ഈ പല്ല് നോക്കിയിട്ടാണോ നമ്മൾ ഇതിന്റെ പ്രായം നോക്കുന്നത്? നമ്മൾ അധികം പല്ല് നോക്കിയിട്ടാണ് ആകുന്നത്. അത് ശരി. അതിന് ഇപ്പൊ 25 ലിറ്റർ മുകളിൽ പാല് കിട്ടുന്ന പശുക്കൾ അത് ആ 2 കടിഞ്ഞ കിടാകൂടി പറ്റത്. അപ്പൊ അടുത്ത വേറാകുമ്പോഴേക്കും അതിനൊരു 10-30 ലിറ്റർ മുകളിൽ പാല് കിട്ടും നമുക്ക്. താങ്കൾ HF ആണോ കൂടുതൽ വളർത്താറ്? HF ജേഴ്സി വളർത്താറില്ല. അതിന് പാല് കുറവായ കാരണം നമുക്ക് ഒരു 10 ലിറ്റർ പാല് കിട്ടുന്നത് ഒരു 16 ലിറ്റർ പാല് കിട്ടുള്ളൂ. അത് നമ്മൾ കാലിത്തീറ്റ കൊടുക്കുമ്പോഴേക്കും അത് തീർന്നു പോകും. ഓ ശരി. എന്തൊക്കെയാ കൊടുക്കുന്നത്? ഇപ്പൊ നമുക്ക് ഇത് പുല്ല് കൊടുത്തിട്ട് അതിന്റെ തണ്ട് കിടക്കുന്നുണ്ട്. ഈ തണ്ട് ഉൾപ്പെടെയുള്ളത് അത് തിന്നോളൂ. ഇത് നമ്മള് ഇങ്ങനെ മുറിച്ചൊന്നുമല്ല കൊടുക്കുന്നത്, ഇങ്ങനെ പുല്ല്. അതെ, എങ്ങനെ വെറുതെ വെട്ടിയിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. പുല്ല് കൂടാതെ എന്തൊക്കെയാ നമ്മള് കൊടുക്കുന്നത്? പുല്ല് കൊടുക്കാണ്ട് കച്ചി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മള് കാലിത്തീറ്റ കൊടുക്കുന്നേ ഉള്ളൂ. എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത? രോഗങ്ങള് വളരെ കുറവാണ്. യാദർശയായിട്ടേ വരുള്ളൂ. അവിടെയൊക്കെയാണ് നമുക്ക് ഏറ്റവും പ്രശ്നമായിട്ട് വരുന്നത്. ഈ തൊഴുത്ത് നിറച്ച് പശുക്കൾ ഉണ്ടായിരുന്നു അല്ലേ? തൊഴുത്ത് നിറച്ച് പശുക്കൾ 15 പശുക്കൾ ഉണ്ടായിരുന്നു. അപ്പൊ 15 പശുക്കൾ ഇപ്പൊ കുറഞ്ഞ് ഇപ്പൊ 5 അല്ല, അന്നത്തെ 15 പശുവിന്റെ വിലയായി ഇന്ന് 5 അന്ന് 50 രൂപ 60 രൂപ മതി ഏറ്റവും കൂടുതൽ ഒരു പശുവിന്. ഇന്ന് ഒരു പശുവിന് കിട്ടണമെങ്കിൽ 1 ലക്ഷത്തിന് മുകളിലോട്ട് കൊടുക്കണം. എല്ലാ പശുക്കൾക്കും 1 ലക്ഷത്തിന് മുകളിൽ വില കൊടുക്കണം. നമ്മൾ കിട്ടുന്നത് ഒരു ആവറേജ് 25 ലിറ്റർ പാലിന് മുകളിൽ കിട്ടുന്ന പശുവിനാണെങ്കിൽ 1 ലക്ഷത്തിന് മുകളിൽ വില കൊടുക്കണം നമ്മൾ. ശ്രീ ഇപ്പൊ പാലിന് എന്ത് വില കിട്ടുന്നുണ്ട്? പാലിന് രാവിലെ ഒരു 42 രൂപ കിട്ടുന്നുണ്ട്. വൈകിട്ട് ഒരു 45 രൂപ ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് ഇപ്പൊ ഒരു 3-4 മാസമായിട്ട് ഇപ്പൊ ഈ 2 മാസത്തേക്കോട് കൂടി 8 രൂപ വെച്ച് ഇൻസെന്റീവ് വരുന്നുണ്ട്. ഇൻസെന്റീവ് ഉണ്ട് അല്ലേ? അത് വേനൽക്കാലത്തുള്ളത് 2 മാസമായിട്ട് ഉണ്ടെന്നാ പറഞ്ഞത്. എവിടെയാ പാല് കൊടുക്കുന്നത്? പണിക്കൂടി സൊസൈറ്റിയിലാണ് കൊടുക്കുന്നത്. പിന്നെ കുറെ പാല് ലോക്കൽ കൊടുക്കുന്നുണ്ട്. നമ്മള് ലോക്കൽ പർച്ചേസിന് നമുക്ക് വില കൂടുതൽ കിട്ടുന്നുണ്ട്. കൂടുതൽ കിട്ടുന്നുണ്ട്. നമ്മള് 56 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഇതിന്റെ ഈ ഫാറ്റും റീഡിങ്ങും എല്ലാം നോക്കിയില്ല? ഫാറ്റും റീഡിംഗ് ഒക്കെ നോക്കി എടുക്കുന്നത്. കാലിത്തീറ്റയുടെ വില എങ്ങനെയാ? കാലിത്തീറ്റ ഇപ്പൊ ഞാൻ എടുക്കുന്ന കൃഷിയുടെ കാലിത്തീറ്റയാണ്. അതിന് ഇപ്പൊ 1460 രൂപയാണ് ഒരു ചാക്ക് 50 രൂപയ്ക്ക് വില. പിന്നെ നമ്മൾ പൊടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനൊരു 40 രൂപ 1 കിലോയ്ക്ക് വില വരും. അത് എന്തൊക്കെ കൂട്ടിയാ പൊടിക്കുന്നത്? അത് നമ്മൾ ഒത്തിരി കൂട്ടങ്ങളുണ്ട്. കൂട്ടിയാണ് നല്ല. അല്ല, നമ്മൾ മുരിക്കാശ്ശേരി പൊടിപ്പിക്കുന്നത്. അല്ല, അവിടെ കടയിലുണ്ട്. നമ്മൾ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെന്താണെങ്കിലും നമുക്ക് ആ കൂട്ടിട്ട് പൊടിച്ചു തരും. ഇപ്പൊ നമ്മൾ പശുക്കൾക്ക് കൊടുക്കുന്നത് ഒരു രീതി എങ്ങനെയാണ്? പുല്ല് എപ്പോൾ കൊടുക്കും? പുല്ല് രാവിലെ കൊടുക്കും. രാവിലെ കാലിത്തീറ്റ കൊടുക്കും. കറവ് കഴിഞ്ഞ് അന്നേരം തന്നെ കാലിത്തീറ്റ കൊടുക്കുന്നുണ്ട്. കാലിത്തീറ്റ കൊടുത്തു കഴിഞ്ഞിട്ട് അന്നേരം തന്നെ പുല്ല് കൊടുക്കുന്നു. പുല്ല് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 8-9 മണിയാകുമ്പോഴേക്കും വെള്ളം കൊടുക്കുന്നുണ്ട്. അന്നേരം വെള്ളം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ശകലോടെ കച്ചിട്ട് കൊടുത്തേക്കും. പിന്നെ വൈകിട്ട് 3 മണിയാകുമ്പോഴേക്കും 3:30 ആകുമ്പോഴേക്കും കറക്കാനുള്ള സമയത്ത് കറവ് കഴിഞ്ഞിട്ടാണ് വീണ്ടും കാലിത്തീറ്റ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കച്ചി മാത്രമേ കൊടുക്കുള്ളൂ. പിന്നെ വൈകിട്ട് വെള്ളവും കൊടുത്ത് 2 നേരം വന്നാൽ കുടി കൊടുക്കുന്നുള്ളൂ. നേരത്തെ ഇപ്പൊ വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിയുമ്പോൾ ഭയങ്കര അസുഖം കന്നാലിക്ക് വരുന്നുണ്ടായിരുന്നു. ഈ പാത്രത്തിനകത്ത് എപ്പോഴും അഴുക്ക് ചാടി കാലിത്തീറ്റ ചാടി വെള്ളം എപ്പോഴും അശുദ്ധ കിടക്കുന്ന കാരണം തൊഴുത്തും അതോടൊപ്പം തന്നെ ഇവർക്ക് കൊടുക്കുന്ന ഭക്ഷണം എല്ലാം വളരെ ശ്രദ്ധിക്കണം. അപ്പൊ എത്ര മണിക്ക് ഇതെല്ലാം കൊടുത്ത് തീർക്കും? വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ വൈകിട്ട് 8 മണിയാകുമ്പോഴേക്കും എല്ലാ പണിയും തീരും. രാവിലെ ഇപ്പൊ തുടങ്ങും? രാവിലെ 4 മണിക്ക് തുടങ്ങും. 4 മണിക്ക് തുടങ്ങും.
കറക്കായ യന്ത്രമുണ്ടോ? കറക്കാൻ യന്ത്രമുണ്ട്. ഇപ്പൊ കൈക്കാ കറക്കണത്. എണ്ണം കുറച്ചാലും കൈക്ക് കറക്കുന്നു. കൈക്ക് കറക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അസുഖത്തിന് കുറവുണ്ട്. നമ്മൾ സാധാരണ അല്ലേ അവിടൂക്കം കൂടുതലായിരുന്നു ഈ മെഷീൻ വെച്ച് കറന്നു കഴിയുമ്പോൾ. അപ്പൊ കൈക്ക് കറക്കുന്ന അങ്ങനെ അവിടൂക്കം അങ്ങനെ പിന്നെ വരവില്ല. ഇപ്പൊ വലിയ കുഴപ്പമില്ലാണ്ട് ബയോഗ്യാസ്. ഒരു ക്ഷീരകർഷകനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടത്ര ചാണകം നമ്മുടെ കാർഷിക ആവശ്യങ്ങൾക്ക് കിട്ടും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിപ്പോ ചാണകം ഉണക്കി നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ? ചാണകം ഉണക്കി കൊടുക്കാറുണ്ട്. ഒരുപാട് ചാണകത്തിന് 50 രൂപ വിലയ്ക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആളുകൾ ധാരാളം ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ചാണകം മേടിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. തികയുന്നില്ല എന്നേ ഉള്ളൂ. ദൂരം ചാണകം ചിലവാകും. അപ്പോൾ നമുക്ക് നല്ല ഗുണനിലവാരത്തോടു കൂടി തന്നെ ചാണകം കൊടുക്കാൻ പറ്റുന്നുണ്ട്. ധാരാളം ആളുകൾ വന്ന് വാങ്ങുന്നുണ്ട്. പിന്നെ നമ്മുടെ കാർഷിക ആവശ്യങ്ങൾക്ക് നമ്മുടെ ആവശ്യത്തിന് എടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് മിച്ചം ബയോഗ്യാസിന്റെ ഗ്യാസ് കിട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടെ നോക്കുമ്പോൾ മെച്ചമാണ്. ഇവിടെ ഇപ്പൊ കാണുന്ന പുൽകൃഷിയിടത്തിലേക്ക് ഇത് ഇങ്ങനെ വെള്ളം സ്പ്രിംഗ്ലറിൽ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നു. എന്തോരം സ്ഥലത്തുണ്ട് പുൽകൃഷി? അത് ഒരേക്കർ സ്ഥലത്തുണ്ട് പുൽകൃഷി. ശരി. അപ്പൊ ഒരേക്കർ സ്ഥലത്ത് പുൽകൃഷി ചെയ്യുന്നുണ്ട്. പുൽകൃഷിയുടെ ഒരു പ്രത്യേകത, ഇത് ഏതിനും പുല്ല? സിയത്തി പുല്ലാണ്. അത് നമ്മൾ നട്ടാല് എത്ര നാള് നമുക്ക്? ഇതൊരു 60 ദിവസങ്ങളിൽ മുറിച്ചു പോകുന്ന പുല്ലാണ്. കഴിഞ്ഞ വേനക്കെല്ലാം നമ്മൾ പുല്ല് കൊടുക്കാറുണ്ട്. നമുക്ക് മിച്ചം പുല്ലുണ്ട്. ഇതിപ്പോ നന എന്ന് കഴിയുമ്പോഴേക്കും നന്നായിട്ട് പെട്ടെന്ന് വളർന്നു വരും. ഈ ചാണകത്തെ ചെറിവെള്ളോടെ വിട്ട് കഴിയുമ്പോഴേക്കും പുല്ല് നന്നായിട്ട് വളർന്നു വരും. അപ്പൊ പിന്നെ നമ്മളത് സാധാരണ ഒരു കെട്ട് പുല്ലിന് ഒരു 100 രൂപ വിലക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. പുറമേ കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ വർഷം കൊടുത്തില്ല. കഴിഞ്ഞ വർഷമൊക്കെ ഒത്തിരി പുല്ല് കൊടുത്തായിരുന്നു. ആളുകൾ വന്ന് മുറിച്ചോണ്ട് പോകും. അല്ല, നമ്മൾ വെട്ടി കൊടുക്കും. അല്ലെങ്കിൽ അവരെ മുറിക്കുന്നത് ശരിയല്ല, അവര് പൊക്കി വെട്ടിക്കൊണ്ട് പോകും. നമ്മൾ അതിന്റെ ചോട് തീർത്ത് വിട്ടാലേ നമുക്ക് അടുത്ത മുറിക്ക് അത് ക്ലിയർ ആയിട്ട് പുല്ലും മുളച്ച് കിട്ടുള്ളൂ. ശരി. അപ്പൊ ഇത് പുൽകൃഷിക്ക് മാത്രം മാറ്റി വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണല്ലേ? അപ്പൊ എന്തായാലും ന്യൂനായിയുടെ കാർഷിക പ്രവർത്തനങ്ങൾ എല്ലാം ഒരു ഓർഡറായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വേറെ എന്തൊക്കെയാ കൃഷികളുള്ളത് താങ്കൾക്ക്? വേറെ ഏലം, പിന്നെ ജാതിയാണ് ഉള്ളത്, പിന്നെ കുരുമുളകുണ്ട്. എന്തായാലും അധ്വാനം ഉണ്ടെങ്കിൽ പോലും സന്തോഷകരമായിട്ട് പോകുന്നു. അപ്പോൾ ഇടുക്കിയിലെ പണിക്കൻകുടിയില് 15ഓളം പശുക്കളെ വളർത്തി ഒരുപക്ഷെ കൊന്തണി പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പശുക്കളെ പരിപാലിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. 7 വർഷമായിട്ട് അടിമാലി ബ്ലോക്കില് ഏറ്റവും കൂടുതൽ പാലളക്കുന്നത് ഞാനായിരുന്നു. ഇപ്പോഴും പണിക്കൻകുടി സംഘത്തില് 15 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ പാലളക്കുന്നത് ഞാനാണ്. അതിന്റെ എല്ലാ വർഷവും അതിന്റെ എന്തെങ്കിലും അപാർട്ടൊക്കെ തരും നമുക്ക്. അപ്പൊ എന്തായാലും പ്രതിസന്ധികൾ ഏറെ ഉണ്ടെങ്കിൽ പോലും ഈ രംഗത്ത് കഷ്ടപ്പെട്ടായാലും നല്ല ഉൽപാദന ശേഷിയുള്ള പശുക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് ലാഭകരമായിട്ട് ഈ രംഗം മുന്നോട്ട് പോകാമെന്നാണ് താങ്കളുടെ അഭിപ്രായം? അതെ.